CPIM-ന്റെ നിലനിൽപ്പിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, മേയർ എന്ന നിലയിലും രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു പക്ഷമുണ്ട്. പക്ഷെ കക്ഷി രാഷ്ട്രീയം എല്ലാത്തിലും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞ ഒരു 1000 പേര് കൈവട്ടിയാ വരും. അതാണ് സിറ്റി ചുമടിന്റെ. അത് ഞാൻ വിദ്യാർത്ഥി കാലം തുടങ്ങിയുള്ള 2 കോടിയേരി എന്നോട് ഇതേപോലെ ഇരുന്നിട്ട് ഒരു സോഫയിൽ പറഞ്ഞൊരു കാര്യമാണ്. രോഗിയായിരിക്കുമ്പോ തന്നെ അന്ന് തിരിച്ചു വരുന്ന തന്നെ വിചാരിക്കുമ്പോഴാണ് അനില് എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൗൺസിൽ തീരുമ്പോ അനില് ബ്രഹ്മപുരത്ത് ആ കിടക്കുന്ന എല്ലാ വേസ്റ്റും എടുത്ത് മാറ്റണം. അത് ഞാനിപ്പോ സത്യത്തിൽ അതൊരു വലിയ സംഭവം. എനിക്ക് കൊടിയേരിയെ പോലെ ഒരാൾ പറഞ്ഞൊരു കാര്യം ചെയ്തു തീർത്തു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അത്. മറ്റൊന്ന്, സത്യത്തിൽ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് MP രാജേഷാണ്. MP രാജേഷ് മിനിസ്റ്ററും ഒപ്പം ശാരദാ മുരളീധരനും. എനിക്ക് ഈ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ എനിക്ക് ഇവര് കുറച്ച് അപ്രായോഗികമാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ DYFന്ന് കിട്ടിയ റെസെന്റ്മെന്റ് ഉണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് മോളിൽ നിന്ന് ഒരാള് പറയുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോട് ആദ്യം സമരം ചെയ്യുക. നമ്മളെ കുറിച്ച് പുറത്തെ ആളിലൊക്കെ പറയണം നമ്മൾ ഭയങ്കര ഒന്നും ചോദ്യം ചെയ്യാത്ത, നമ്മുടെ ചോദ്യം ചെയ്യലാണ് മുഴുവൻ പാർട്ടിക്കകത്ത്. അതായത് 20 വർഷം പണിതിട്ടും പണിതീരാതിരുന്ന കൊച്ചിയുടെ സ്വപ്നമായിരുന്ന ഒരു കോർപ്പറേഷൻ ഓഫീസ്, ആ കോർപ്പറേഷൻ ഓഫീസിന്റെ വളരെ പ്രൗഢമായ ഒരു കൗൺസിൽ ഹാളിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. എന്ത് തോന്നുന്നു? അല്ല, ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനിത് ഈ ഹാളിലേക്ക് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഈ ഹാള് കാണിക്കുമ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് നിയമസഭാ മന്ദിരത്തെ പോലെ ഇരിക്കുന്നു എന്നാണ്. അന്ന് MP-യും MLA-മാരും അങ്ങനെയാണ് അവര് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ ഒരു നഗരസഭാ കൗൺസിലിനും ഒരു നിയമസഭാ ഹാളിനെയോ പാർലമെന്റിനെയോ ഒക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ ചെയ്യാമെന്നാണ്. ഇത് സത്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബ്രിട്ടീഷ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒരു ചെറിയ മുഖച്ഛായനുണ്ട്. അവരിതൊക്കെ കണ്ടിട്ട് ഫ്രെയിം ചെയ്താണോന്ന് എനിക്കറിയില്ല. അതിന്റെ സ്ക്രീനൊക്കെ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതില് പണിതിട്ടും പണിതീരാത്ത വീടായിട്ട് 20 കൊല്ലം ഇട്ടതിന്റെ ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട്. കാരണം നമ്മളിവിടെ ആദ്യം വരുമ്പോ എന്ന് വെച്ചാൽ ഇതിന്റെ ടൈലിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ മേയർ ആയതിനു ശേഷം ആദ്യമായിട്ട് ഈ കൗൺസിൽ ഹാളിലേക്ക് വരുമ്പോൾ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കൗൺസിൽ ഈ ഓഫീസിന്റെ ടൈൽ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. പക്ഷെ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും. അതായത് മുഴുവൻ കാട് പിടിച്ച് എന്തോ പോലെ ഇരിക്കുന്ന ഒരു കെട്ടിടം. പക്ഷെ ടൈലിംഗ് കഴിഞ്ഞു. അതാണ് ആ ടൈലിനൊക്കെ ഇപ്പോഴും ചിലതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗത്ത് മറൈൻ ഡ്രൈവ്, കായലും അതിന്റെ കാഴ്ചകളും. ഇതിന്റെ ഏറ്റവും മുകളിൽ നിലയിൽ ഏറ്റവും നല്ല മുറി സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് എന്റെ അഭിപ്രായത്തിൽ. 4ാം നിലയിലാണ്, 4ാം നിലയിലും 5ാം നിലയിലും ആണ്. അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ ഫോർട്ട് കൊച്ചി കാണാം, നമ്മുടെ തുരുത്തി ടവർ കാണാം, ഈ പറഞ്ഞ എല്ലാ കാഴ്ചകളും കൊച്ചിയുടെ കാണാം. ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിയാൽ മംഗളവനമാണ്. അപ്പൊ ജോലി ചെയ്യാനുള്ള ഒരു ആംബിയൻസിൽ തന്നെ ഒരുപാട് മാറ്റം വരും. മറ്റത് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലവും പിന്നെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. കാരണം അന്ന് ഞാൻ വരുമ്പോ പ്ലംബിംഗ് കഴിഞ്ഞിട്ടില്ല, ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടില്ല, ഫയർ സിസ്റ്റംസ് ഇല്ല, ഫർണിഷിംഗ് ഇല്ല, പാനലിംഗ് ഇല്ല, പെയിന്റിങ് ഇല്ല. അങ്ങനെ ഒരു കെട്ടിടം ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും ഞാനും ഒരു ഗൃഹനാഥൻ തന്നെയാണല്ലോ ശരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് എന്നതാണ് ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ. ഒരു കെട്ടിടം കോർപ്പറേഷന്റെ ഒക്കെ ഓഫീസ് പണിതാൽ വിത്തിൻ ഒരു 2-3 വർഷം അതിനപ്പുറത്തേക്ക് നീണ്ടുപോകാൻ പാടില്ല. നമുക്ക് ഈ കൗൺസിലിലേക്ക് വന്നാൽ ഇപ്പൊ അനിലേട്ടൻ മേയറായി ചുമതല ഏൽക്കുമ്പോൾ കൊച്ചി പോലുള്ള ഒരു പ്രദേശത്തെ ഒരു കൗൺസിലിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അനിലേട്ടൻ തന്നെ പല ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ട്, വലിയ രീതിയിലുള്ള എതിർപ്പുകളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത്. അതെങ്ങനെയാ കഴിഞ്ഞത്? എന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനൊക്കെ ഉള്ളപ്പോഴും ട്രേഡ് യൂണിയൻ എനിക്കൊരു രാഷ്ട്രീയമായ ദിശ കാണിച്ചു തരുന്ന പ്രസ്ഥാനമാണ്, ഒരു വർഗ സംഘടന. പക്ഷെ ഞാൻ ഇപ്പോഴും എന്നെ മേക്ക് ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് DYFI ആണ്. അപ്പൊ എനിക്ക് ഒരുപാട് നേതാക്കന്മാരെ അടുത്തിടപഴകാനുള്ള ഒരു സന്ദർഭം കിട്ടി. അപ്പൊ ഈ ഒബ്സർവേഷനിൽ കൊടിയേരിയുടെ ഒരു ഒബ്സർവേഷനാണ് എനിക്ക് വളരെ ശരിയായിട്ട് തോന്നിയത്. കാരണം കൊടിയേരി പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടവ് കംപ്ലീറ്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ അടവെന്ന് പറഞ്ഞൊരു മോശം വാക്കല്ല, നമ്മൾ അങ്ങനെ മോശം വാക്ക്. അടവെന്ന് പറഞ്ഞ മാർക്സിസത്തിന്റെ പ്രയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ നിങ്ങളുടെ കോസിനെ പുഷ് ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ട ചില മെത്തേഡ്സ് ഉണ്ട്. അത് പറ്റിക്കൽ പോകരുത്, ആത്മാർത്ഥമായിട്ട് എടുക്കണം. നമ്മുടെ കയ്യിൽ അന്ന് ഭൂരിപക്ഷം ഇല്ല. നമ്മൾ 34 പേരേ ഉള്ളൂ. 40 പേര് നിങ്ങൾക്ക് എതിരാണ്, ശരിയല്ലേ? 40 പേര് നിങ്ങൾക്ക് എതിരാണ്, 34 പേരെ നിങ്ങളുടെ ഒപ്പം ഉള്ളൂ. നിങ്ങൾ ഈ 40 പേര് പറയുന്നതിനെ കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല.
അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പാകപ്പെടണം. ആ പാകപ്പെടലിൽ സത്യത്തിൽ എനിക്ക് ഈ കൗൺസിൽ കൊണ്ടു നടക്കുന്നതിൽ ഒരുപാട് സഹായിച്ചു. പിന്നെ എൻ്റെ ഒരു പൊതുവായ ദർശനം, എന്റെ അല്ലത്, എന്നെ മാർക്സിസം പഠിപ്പിച്ചാണ്. നമ്മുടെ ഈ നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഫണ്ട് സർക്കാരിന്റെ ആണെങ്കിലും കേന്ദ്രത്തിന്റെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഇതിൽ നികുതിദായകരുടെ പണമാണ്. അതിനൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്? അപ്പൊ നിങ്ങൾ നല്ല പ്രോജക്റ്റ് മറ്റവർ കൊണ്ടുവരുമ്പോഴും നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, തട്ടിക്കളയാൻ പാടില്ല, അതിനെ തകർക്കാൻ പാടില്ല. EMS ആണ് സത്യത്തിൽ അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് കേരളത്തെ കൊണ്ടുവന്നത്. അധികാര വികേന്ദ്രീകരണം ഇനി കേരളത്തെ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കും. ആ സമയത്ത് നിങ്ങൾ കക്ഷി രാഷ്ട്രീയം, EMS പറഞ്ഞിരുന്നൊരു കാര്യം, രാഷ്ട്രീയമുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണത്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, മേയർ എന്ന നിലയിലും രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു പക്ഷമുണ്ട്. പക്ഷെ കക്ഷി രാഷ്ട്രീയം എല്ലാത്തിലും എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ എടുക്കാതിരുന്നാലാണ് കേരളത്തിന്റെ സാർവത്രികമായ വികസനം നടക്കുകയുള്ളൂ, വികാസം നടക്കുകയുള്ളൂ. CPIM-ന്റെ നിലനിൽപ്പിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എടുത്ത എല്ലാ നടപടികളും പൊളിറ്റിക്കലാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്ന എതിരാളിക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് എതിരാളി ശക്തമായി തന്നെ ആക്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആക്രമണത്തിനിടയിൽ അവർക്ക്, നമ്മൾ പറയില്ലേ, ഇങ്ങനെ നമ്മളൊരു കാര്യത്തെ വന്ന് ശക്തമായ ഒരു സ്ഥലത്ത് വന്ന് ഇടിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പൊ ഈ ഇടിയുടെ ഇടയിൽ അതിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിനൊരു വിള്ളൽ ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ആ വിള്ളൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇടിക്ക്, ഞാൻ ആ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇടിക്ക് ശക്തി ഉണ്ടായില്ല. കാരണം അവരുടെ കരുത്തോടുകൂടി അവർ ഇടിക്കുമ്പോൾ അവരുടെ സർവ്വസന്നാഹവും വെച്ച് ഇടിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ നല്ല നിലപാടുകൾ അവരുടെ പ്രഹരശേഷിയെ കുറയ്ക്കുകയാണ് ചെയ്തത്. അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട സംഭാവന. ഈ നിലപാടുകളിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഇപ്പോ ഈ കൗൺസിലിന്റെ വികസന പദ്ധതികൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. സമൃദ്ധി, 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന വിശപ്പില്ലാത്ത കൊച്ചി, വിശപ്പരഹിത കൊച്ചി, അതെ വിശപ്പരഹിത കൊച്ചി, അതെ വിശപ്പരഹിത കൊച്ചി. പിന്നെ മാലിന്യ ഇല്ലാതാകുന്ന കൊച്ചി. അല്ല, അതിൽ തന്നെ ഒരു വാചകമുണ്ട്. നിങ്ങൾ സമൃദ്ധി ഉദ്ഘാടനം ചെയ്യിച്ചത് മഞ്ജു വാര്യർ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണെന്ന്. സമൃദ്ധി സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെ കൂടി ഉദാഹരണമാണ്. ഒരു സ്ത്രീക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾക്ക് നിങ്ങളിവിടെയുള്ള ഏത് ഹോട്ടൽ ശൃംഖലയെയും വെല്ലുവിളിക്കാൻ പറ്റുന്നുള്ളതിന്റെ തെളിവാണ് സമൃദ്ധി. പുരുഷന്മാരുടെ ഒരു ഹോട്ടൽ ശൃംഖലയെ പോലും ചോദ്യം ചെയ്യാൻ പറ്റുമെന്നതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഉദാഹരണമാണ് സമൃദ്ധി. അത് ഒരു നമ്മുടെ ഒരു നിലപാടിന്റെ കൂടി ഭാഗമാണ്. ഇങ്ങനെയുള്ള ചില, ഇപ്പൊ ആർട്ട് സ്പേസ് കൊച്ചി, കൾച്ചറൽ പോളിസി പൊളിറ്റിക്കലാണ്. കൊച്ചിയുടെ സാംസ്കാരിക നയം നമ്മൾ ചെയ്യുമ്പോൾ ഇന്ത്യ മുഴുവനും ഒരു ഏകശിലാരൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരത്തിനുള്ള ഒരു മറുപടിയാണ് കൊച്ചി. മനസ്സിലായില്ല? അപ്പൊ എല്ലാം പൊളിറ്റിക്കലാണ്. ഞാൻ ചെയ്യുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുണ്ട്, ശ്വസനത്തിൽ പോലും രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് ഈ എതിരാളി ഇപ്പൊ ചില ആളുകൾ പറയുന്നതും ഈ ആള് നല്ല ആളാണ്, അതിപ്പോ അങ്ങനെ കൊണ്ടുവരികയാണല്ലോ, ഈ ആള് നല്ല ആളാണ്, പക്ഷെ ഇയാളുടെ പാർട്ടി ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഇങ്ങനെ എന്നെ ആക്കാൻ പഠിപ്പിച്ചത് എന്റെ പാർട്ടിയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും മാർക്സിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങൾ മാർക്സിസത്തെ അറിയില്ല എന്ന് ചില ആളുകൾ പറയില്ലേ, ദുർഗ്രഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് മാർക്സിസം. അല്ലേട്ടെ, ഇപ്പോ സമൃദ്ധിയുടെ കാര്യം പറഞ്ഞല്ലോ. സമൃദ്ധി സത്യത്തിൽ എനിക്കൊരു അത്ഭുതമാണ്. 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുകയാണ്, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കറികളും കൂട്ടി കഴിക്കാം. ഇപ്പോ അൽഫാം വരെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഐഡിയ എങ്ങനെ വന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. LDF-ന്റെ മാനിഫെസ്റ്റോ ചർച്ചയിൽ ഞാൻ തന്നെ ഇതൊരു പോയിന്റ് ആയിട്ട് ഉന്നയിച്ചു. അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന CN പെട്ടെന്ന്, ശരിയാണത്, വലിയൊരു ആശയമാണ്, നമുക്ക് ചെയ്യണം. LDF മാനിഫെസ്റ്റോയിൽ വന്നു. മാനിഫെസ്റ്റോയിൽ വന്നിട്ട് ഇത് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചു. കോവിഡ് കാലത്തെ ഭക്ഷണം. അപ്പൊ ഞാൻ ഈ കിറ്റായിരുന്നു അതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ കിറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ ശ്രീജിത്ത്, എന്റെ സഹപ്രവർത്തകൻ ശ്രീജിത്ത് പറഞ്ഞു, നമുക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്ക് കിറ്റ് കൊടുത്താൽ പോരെ. അല്ല, അന്ന് എന്താ വെച്ചാൽ ഈ വീട്ടിലെ ആൾക്കും ഭക്ഷണം വയ്ക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം, കിറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് റിസ്ക് ചെയ്യണം. അല്ല, തുടങ്ങും, 2 ദിവസം നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോ ഞാൻ TD മോളിൽ അപ്പൊ TD മോളിൽ തന്നെ വിളിച്ചു കറക്റ്റ് ആ ടൈമിൽ. അതാണ് പറഞ്ഞത്, പലതരം എന്താ പറയുന്ന അൺസർട്ടനിറ്റീസ് കണക്ട് ചെയ്തിട്ടാണ് ഒരു സെർട്ടനിറ്റി വരുന്നത്. അപ്പൊ വേണിച്ചേട്ടൻ TD മോൾക്ക് എന്നോട് വലിയ ബന്ധമുണ്ട്. അവരുടെ ഇതൊക്കെ അടച്ചു കിടക്കുന്നു. അപ്പൊ മേയറെ, നമുക്ക് ഞങ്ങളുടെ കുറച്ച് സാധനമൊക്കെ ഞങ്ങളുടെ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ കിച്ചൺ ചെയ്യുന്നുണ്ടോ, ജനകീയ
കിച്ചൺ ചെയ്യണമെങ്കിൽ ഇവിടെ എടുത്തോ, നിങ്ങൾ സുതാര്യമായിട്ട് ഞാൻ കുറച്ച് ദിവസത്തെ സാധനം തരാം, എനിക്ക് തിരിച്ചു തരണം, പിന്നെ ഇത് അടുക്കളയും സൗകര്യങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കി. അപ്പൊ അത് വെച്ചിട്ട് തുടങ്ങി. ഇത് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇത് ഹിറ്റായി. അങ്ങനെ നമ്മൾ ഇത് കുറെ കഴിഞ്ഞ് അപ്പൊ പിന്നെ അതൊരു അരങ്ങായി മാറാൻ തുടങ്ങി. എല്ലാവരും അതൊന്ന് കാണുന്നു, പൈസ കിട്ടാൻ തുടങ്ങി. ചുമട്ടുതൊഴിലാളികൾ വലിയ സേവനം അവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എപ്പോഴും ഈ സിറ്റിയിലെ ചുമട്ടുതൊഴിലാളി എന്റെ ബാക്ക് ഫോഴ്സ് ആണ്, ബാക്ക് എൻഡ് എന്ന് പറയില്ലേ. എന്ത് ഞാൻ ഇതിപ്പോ ഇവിടെ എന്ത് വേണം എന്ന് പറഞ്ഞ 1000 പേര് കൈകൊട്ടിയാ വരും. അതാണ് സിറ്റി ചുമട്ടിന്റെ. അത് ഞാൻ വിദ്യാർത്ഥി കാലം തുടങ്ങിയുള്ള ബന്ധമാണ്. ആ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു പത്രം, ഞാൻ പത്രത്തിന്റെ പേര് പറയണില്ല, എന്റെ വലിയ അടുത്ത പത്രമുണ്ട്, നമ്മുടെ അത്ര അടുത്ത പത്രമല്ല, ഞാനായിട്ട് പ്രശ്നമില്ല. അപ്പൊ ആ പത്രം അന്ന് ഒരു വലിയ ക്യാമ്പയിൻ ജനകീയ ഹോട്ടലിനെതിരെ കൊണ്ടുവന്നു. ഇത് മറികടക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ അന്ന് ജനകീയ ഹോട്ടൽ ഞാൻ കൗൺസിലർ ആയിരുന്ന ഡിവിഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് കോവിഡ് കാലത്ത്. ഞാനപ്പോ കൗൺസിലർ അല്ല, എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു പേപ്പർ, അതിന്റെ മുകളിൽ ഒരു ഷീറ്റ്, ഒരു കവർ ഇട്ടിട്ട് പ്ലാസ്റ്റിക് ഇതിട്ടിട്ട് അതിന്റെ മുകളിൽ ചോറിട്ട്, ഇത് കണ്ടാൽ തന്നെ ഒരു അൺഹൈജീൻ എനിക്ക് തോന്നി. പാവപ്പെട്ട സ്ത്രീകൾ ചെയ്യുന്നു, അതിനെ ഒരു വലിയ വാർത്തയാക്കി. നമ്മുടെ അവിടെ അല്ല, എവിടെയോ. ഇതൊരു ഫിറ്റിംഗ് ആൻസർ ആവണമെന്ന് തോന്നി. അങ്ങനെയാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ അടുക്കള. ഞാനന്ന് ആലപ്പുഴയിലും വിട്ടു ഇവരെ, ഐഫ്രമിന്റെ ആൾക്കാരെ. അന്നാണ് ഐഫ്രം, അത് കുന്നംകുളത്ത് മൊയ്തീൻ സഖാവിന്റെ മണ്ഡലത്തിൽ ഇതുപോലൊരു ജനകീയ ഹോട്ടലുണ്ട്, അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവന്നു. ചുമട്ടുതൊഴിലാളി സ്ഥിരം ചെയ്യണ പോലെ പച്ചക്കറി പലർക്കും കടമായിട്ട് തന്നു, തുടങ്ങി. അവരുടെ പൈസ തിരിച്ചു കൊടുത്തു. പിന്നെ ഇത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി, ക്രോസ് സബ്സിഡി തുടങ്ങി. എല്ലാ മാസവും ഞാൻ റിവ്യൂ നടത്തും, എല്ലാ ദിവസവും ആദ്യം പോകും. പിന്നെ ഷീബാലാലിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് മാസം റിവ്യൂ 3 മാസമായി, പിന്നെ 6 മാസമായി. കൊച്ചി വിട്ടു പോകണം എന്ന് പല ആളുകളും പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ബ്രഹ്മപുരം പോലെ ഇന്ത്യയാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടം ഉണ്ടാകുന്നു. അവിടെ ഒരു മാലിന്യ കൂമ്പാരം ഒരു പൂങ്കാവനമായി മാറുന്നു. എങ്ങനെയാണ് ഈ ഐഡിയ ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. സ്വാഭാവികം ഒരു മേയർ എന്നുള്ള രീതിയിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കൊച്ചി പോലൊരു നഗരത്തിൽ ഇത് പ്രാവർത്തികമാകും എന്ന് ഉറപ്പുണ്ടായിരുന്നു. അല്ല, ബ്രഹ്മപുരത്തെ ആശയം അതാദ്യം ഞാൻ പറയാം. ബ്രഹ്മപുരത്ത് ഒരു ഗ്രീൻ കവർ ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന CM ദിനേശ് മണിയാണ്. എനിക്ക് അദ്ദേഹത്തിന് ചെമ്പകം, ഞാൻ ഈ ചെമ്പകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട്, ചെമ്പകം ചുറ്റും ഉണ്ടാവണം, മുല്ല ഉണ്ടാവണം, സ്മെല്ല് ഒരിക്കലും പോകരുത്. അപ്പൊ അതെപ്പോഴെങ്കിലും ഈ ഗ്രീൻ കവർ കൊണ്ടുവരണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇരിക്കുമ്പോ തന്നെ 2 കൊടിയേരിക്കും എന്നോട് ഇതേപോലെ ഇരുന്നിട്ട് ഒരു സോഫയിൽ പറഞ്ഞൊരു കാര്യമാണ്, രോഗിയായിരിക്കുമ്പോ തന്നെ. അന്ന് തിരിച്ചു വരുന്ന തന്നെ വിചാരിക്കുമ്പോഴാണ് അനില് എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൗൺസിൽ തീരുമ്പോ അനിൽ ബ്രഹ്മപുരത്തെ കിടക്കുന്ന എല്ലാ വേസ്റ്റ് എടുത്ത് മാറ്റണം. അത് ഞാനിപ്പോ സത്യത്തിൽ അതൊരു വലിയ സംഭവം. എനിക്ക് കൊടിയേരിയെ പോലെ ഒരാൾ പറഞ്ഞൊരു കാര്യം ചെയ്തു തീർത്തു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അത്. മറ്റൊന്ന്, സത്യത്തിൽ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് MP രാജേഷാണ്. MP രാജേഷ് മിനിസ്റ്ററും ഒപ്പം ശാരദാ മുരളീധരനും. എനിക്ക് ഈ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ എനിക്ക് ഇവർ കുറച്ച് അപ്രായോഗികമാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ DYFI കിട്ടിയ റെസെന്റ്മെന്റ് ഉണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് മോളിൽ നിന്ന് ഒരാള് പറയുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോട് ആദ്യം സമരം ചെയ്യുക. നമ്മളെ കുറിച്ച് പുറത്തെ ആളിലൊക്കെ പറയണം നമ്മൾ ഭയങ്കര ഒന്നും ചോദ്യം ചെയ്യാത്ത, നമ്മുടെ ചോദ്യം ചെയ്യലാണ് മുഴുവൻ പാർട്ടിക്കകത്ത്. അപ്പൊ ഞാൻ സ്ഥിരം ഈ കലഹിക്കുമായിരുന്നു ഈ ഓരോ സന്ദർഭത്തിലും. അപ്പൊ ആദ്യത്തെ ഒരു 2-3 മാസം ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റിഫ് കൺട്രോൾ നമ്മുടെ, പിന്നെ എന്റെ നേതാവൊക്കെ ആയിരുന്നുകൊണ്ട് ഒരു സ്റ്റിഫ് കൺട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ അയയാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ പിടി. കാരണം അത് 24 മണിക്കൂറും കൊച്ചി പോയിക്കൊണ്ടിരിക്കാൻ പറ്റൂ. 3 മാസം കഴിഞ്ഞ് സംഭവിച്ചത്, പിന്നെ കുറച്ചു നാള് ഉമേഷ് IAS വലിയ, അദ്ദേഹം എല്ലാത്തിലും വെള്ളക്കെട്ടിലൊക്കെ എൻ്റെ ഒരു സഹോദരനെ പോലെ ഒന്ന് വർക്ക് ചെയ്ത കളക്ടർ, ഇവിടുത്തെ സെക്രട്ടറി ബാബു അബ്ദുൽ ഖാദർ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അതിലൊക്കെ എന്റേതായ ഒരു വ്യക്തിപരമായ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്തു. ആശയങ്ങളും പലതും എൻ്റെ തന്നെയായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ രാമച്ചം വെച്ചത് ഞാൻ ആ സോയില് ടെസ്റ്റ് ചെയ്തു. അപ്പൊ അതിന് വിഷാംശം ഉണ്ടെന്ന് മനസ്സിലായി. കുറെ കാലമായിട്ട് കിടക്കല്ലേ, അത് പിന്നെ പുഴയിലേക്ക് പോകാൻ പാടില്ല. അതിനാണ് രാമച്ചം. ക്ലീൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ രാമച്ചം. അതിൽ നിന്നുള്ള പൂക്കളാണ് പലതും നിങ്ങൾ ഈ പൂക്കളായിട്ട് കാണുന്നത്. അപ്പൊ ഇതിനേക്കാൾ നല്ല ഗാർഡനായിട്ട് ബ്രഹ്മപുരം മാറും. ഇത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാറ്റാൻ പറ്റുമെന്ന്. പക്ഷെ ഇവിടത്തെ ഒരു ശക്തി, ഞാനിത് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, ഇവിടത്തെ ഒരു സിൻഡിക്കേറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അത് ഭയങ്കരമാണ്. കൊച്ചിയിൽ വേറെ ഒരു നഗരത്തിലും ഇതില്ല. ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഇപ്പോഴും മാനസിക സംഘർഷങ്ങൾ വിവരണാതീതമാണ്. അത് ഞാൻ പുറത്തെല്ലാം പറഞ്ഞിട്ടുമില്ല. കാരണം ഒന്നാമത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പൊ ഇത് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത നല്ല ഇടപെടലുണ്ടായിരുന്നു. അതിനോട് നമ്മൾ ശരിക്കും ഏറ്റുമുട്ടി.
ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി തന്നെ ഏറ്റുമുട്ടി. പലപ്പോഴും ഈ കൗൺസിൽ പോകുമെന്ന് തോന്നിയിട്ടുണ്ട്, പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ഒന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് പിന്നെ വീണ്ടും മുറുകും. ഞാൻ വിചാരിക്കുന്ന ഒരു നല്ല ക്ലിയർ ഭൂരിപക്ഷത്തോടുകൂടി ഒരു മേയർ വന്നാൽ ഇങ്ങനെയല്ല നിൽക്കേണ്ടത്, ഇതിലൊരു 10 ഇരട്ടി മുമ്പോട്ട് പോകാം. ഇപ്പൊ 50-ാം സ്ഥാനത്തല്ലേ നമ്മൾ വന്നത്, ആദ്യത്തെ 5 സ്ഥാനത്ത് കൊച്ചി വരും. ഞാൻ കോൺഫിഡന്റാ. ഇപ്പോ കൊച്ചിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പേഴ്സണലി എനിക്ക് അഭിമാനകരമായ ഈ കോർപ്പറേഷന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഷീ ലോഡ്ജാണ്. സമൃദ്ധിയുണ്ട്. ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളും കൊച്ചിയിൽ വരുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഷീ ലോഡ്ജ്. UDF ഭരണസമിതിയുടെ കാലത്ത് അവിടെ അവര് ഉദ്ദേശിച്ചിരുന്ന ഒരു BOT ആണ്. ഒരുത്തം കൊണ്ടുവന്ന് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ എന്തായിരിക്കും അതിന്റെ റേറ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഷീയു അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ കൗൺസിൽ വന്നപ്പോൾ നമ്മളത് തീരുമാനിച്ചു, ഇത് റിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഷീ ലോഡ്ജ് ആക്കണം സ്ത്രീകൾക്ക്. അത് ഈ പറഞ്ഞ സ്ത്രീകളുടെ അവകാശത്തിന്റെയും പാവപ്പെട്ട സ്ത്രീകൾ വരുമ്പോൾ അവിടെ താമസിക്കണം എന്നുള്ളതിന്റെയും പേരിലാണ്. അത് കുടുംബശ്രീ ഏൽപ്പിക്കുന്നതിന് കൗൺസിലിൽ അവർ എതിർക്കുകയൊക്കെ ചെയ്തു ചിലര്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കൊല്ലം നോക്ക്, നഷ്ടമാണെങ്കിൽ. അപ്പൊ മേയറെല്ലാം കുടുംബശ്രീക്ക് എഴുതി കൊടുക്കണമെന്നായിരുന്നു ഇവരുടെ വിമർശനം. ഇപ്പൊ എന്തായി? ഇപ്പൊ ആ പദ്ധതിയിൽ നിന്നും എല്ലാ മാസവും കോർപ്പറേഷൻ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ട് അത് മാറി. ഒരുപാട് പേർക്ക് ഉപകാരമുള്ള പദ്ധതി. ഷീ ലോഡ്ജ് ഒരു സക്സസ് ആയിരുന്നു. നമുക്ക് തുരുത്തിയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഗുജറാത്തിൽ ചേരികളൊക്കെ കെട്ടിമറിച്ചപ്പോ കൊച്ചിയില് ചേരി എന്ന് പറയുന്ന ആശയത്തെ, ആ വാക്കിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവർക്ക് താമസിക്കാൻ ഇടം കൊടുക്കുന്നു, അതും വിശാലമായ ഇടം. ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇത് പഴയൊരു പദ്ധതി, ഒറ്റ ഫ്ലാറ്റ് ആയിരുന്നു ആ പദ്ധതി. നമ്മൾ 2 ഫ്ലാറ്റും തീർത്തു. അപ്പൊ അതില് ഒരു നിശ്ചയദാർഢ്യവും പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അതേ പറഞ്ഞ നമ്മൾ ചെയ്ത എല്ലാത്തിലും പൊളിറ്റിക്സ് ഉണ്ട്. ഞാനിവിടെ മേയറായി ചുമതലയേറ്റപ്പോ എന്റെ ഗൗൺ അഴിച്ചു വെച്ച് ആദ്യം പോയത് തുരുത്തിയുടെ നിർമ്മാണ സ്ഥലത്ത്. അതൊരു മെസ്സേജിങ് ആണ്. ഞങ്ങളുടെ പ്രയോറിറ്റി ഇതാണ്, പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എല്ലാവർക്കും ഭൂമി സമരം ചെയ്ത് വാങ്ങിക്കൊടുത്ത പ്രസ്ഥാനമാണ്. സമരം ചെയ്യുക മാത്രമല്ല, അതിന് 57 EMS വന്നപ്പോൾ ആദ്യത്തെ പ്രഖ്യാപനം, ഇനി മുതൽ ഒരു കുടയെടുപ്പുകാരനെയും ഭൂമിയിൽ നിന്നും ഇറക്കി വിടില്ല, ഒരു തൊഴിൽ സമരത്തിലും പോലീസ് ഇടപെടില്ല. ഇത് സർക്കാരിന്റെ ഒരു നയമാണ്. അതൊരു വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ പ്രഖ്യാപനമാണ്. പിന്നീട് മുടവൻ മുകളിൽ AKG ഈ ലെജിസ്ലേഷനിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമവും അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമവും 10-20 വർഷക്കാലം അത് തുടർന്നു. പക്ഷെ AKG അന്ന് നമ്മളെല്ലാം കേട്ടിട്ടുള്ള മുടവൻ മുകളിൽ മിച്ചഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ചെന്ന് ചെങ്കൊടി നാട്ടുന്ന സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ മുഴുവൻ. ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്. EMS എപ്പോഴും കോട്ട് ചെയ്യുന്ന പുസ്തകം. ഞാനത് മുഴുവൻ ഒരുപാട് തവണ വായിച്ച പുസ്തകമാണ്. അപ്പൊ ഈ ലാൻഡ് സ്ട്രഗിൾസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതിനെ വിട്ടിട്ട്, ഭൂമി എന്ന് പറയുന്നതിനെ വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ഒരു ബൂർഷ്വാ സമൂഹത്തിൽ ഉണ്ടാവേണ്ട ജനാധിപത്യ വിപ്ലവത്തിന്റെ ആവശ്യമായ ഒരു ഘടകമാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. അത് ചെയ്യാതിരുന്നപ്പോ സമരം ചെയ്ത് നമുക്ക് പിന്നീട് ഈ പുതിയ നയങ്ങളുടെ ഭാഗമായി വന്ന മാറ്റങ്ങളിൽ ആളുകൾക്ക് ഭൂമിയും വീടും നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞ പ്രധാനം. അതുകൊണ്ടാണ് ജനകീയാസൂത്രണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിദരിദ്ര. അപ്പൊ ഇതൊരു തുടർച്ചയാണ്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചു, ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പിണറായിയുടെ പ്രസംഗം എത്ര പൊളിറ്റിക്കലാണ്, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണത്? ആർക്കും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. LDF സർക്കാർ എന്താണോ കേരളത്തിൽ ചെയ്യുന്നത് അതാണ് കൊച്ചി നഗരസഭയിൽ ഈ മേയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയം ഒന്നാണ്, ഇതാണ് ഞങ്ങളുടെ ആൻസർ എന്നാണ്. അപ്പൊ അതൊരു ഫിറ്റിംഗ് ആൻസർ ആണ്. നമ്മൾ ഫിറ്റിംഗ് റിപ്ലൈ എന്നും പറഞ്ഞ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, മനസ്സിലായില്ലേ? അതായിരുന്നു ശരിക്ക് ഗുജറാത്തിലെ ഈ കാര്യങ്ങളോടുള്ള കേരളത്തിന്റെ പ്രതികരണം. അത് മലയാളിയുടെ സ്വത്വമാണ്, കമ്മ്യൂണിസ്റ്റുകാരന്റെ രാഷ്ട്രീയമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അല്ലേട്ടാ, കൊച്ചി പഴയ കൊച്ചിയേ അല്ല. ഇപ്പൊ കൊച്ചിയുടെ പുതിയ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ വിശപ്പ് രഹിത കൊച്ചിയാകുന്നു, സ്ത്രീകൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്ന കൊച്ചിയാകുന്നു, മാലിന്യമില്ലാത്ത കൊച്ചിയാകുന്നു. കൊച്ചിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ അഭിമാനം തോന്നില്ലേ? അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്റെ പ്രസ്ഥാനം ജനങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യം ഒരുപാട് പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും
കോവിഡിന്റെ കാലത്തും ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ടും ഒക്കെ നമ്മൾ ഇവിടെ വരെ എത്തിയത് അതിൽ അഭിമാനമുണ്ട്. അഭിമാനവും സന്തോഷവും എല്ലാം ഒറ്റയ്ക്ക് ഉള്ളതല്ല, അതൊരു പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി മാത്രം കണ്ടാൽ മതി മനുഷ്യ. ഇതൊക്കെ നടത്താൻ കഴിയണം എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ഇതൊക്കെ നടക്കും എന്ന് കടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വന്ന അപ്പൊ തന്നെ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാ വർഷവും ഒരു ഡയറിയിൽ ഒരു ഭാഗത്ത് എന്റെ പി എക്ക് അറിയാം, ഇപ്പോഴത്തെ പി എക്ക് അറിയാം, ഓരോ വർഷവും ഇതിങ്ങനെ അവരിപ്പോഴാണ് കണ്ടത് 5-ാം വർഷം അതിങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കും, എന്നിട്ട് വെട്ടിക്കൊണ്ടിരിക്കും. ഓരോ 60 പ്രോജക്റ്റ് ഇങ്ങനെ എഴുതി. ഇപ്പൊ നമ്മൾ അടിച്ചുകൊടുത്ത വികസന സപ്ലിമെന്റിൽ 72 പ്രോജക്റ്റ് എഴുതി, ഇടയ്ക്ക് കൂടും അതിൽ. അപ്പൊ തീരുന്നതിനനുസരിച്ച് വെട്ടിക്കൊണ്ടിരിക്കും. അത് വീണ്ടും അടുത്ത വർഷവും പകർത്തി എഴുതും. അപ്പൊ ആ ഓരോ പകർത്തി എഴുതലിലും ആത്മവിശ്വാസം ചോരായ്മയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൗൺസിലിന്റെ കാലാവധി കഴിയാൻ പോവാണ്. ഈ ഒരു അവസരത്തിൽ കൊച്ചിയിലെ ജനങ്ങളോട് എന്താ അനിലേട്ടന് പറയാനുള്ളത്? അല്ല, എനിക്ക് ആകെ പറയാനുള്ളത് LDF-ന്റെ തുടർച്ച ഉണ്ടാവണം. രണ്ടൊരു ക്ലിയർ മാൻഡേറ്റ് കൊടുക്കണം. കാരണം മറ്റൊരു മേയർക്കും ഇങ്ങനെയുള്ള പ്രതിസന്ധി, നമ്മളെപ്പോഴും വെറുതെ ഒരാളെ കൊണ്ട് പ്രതിസന്ധി ചുമക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ക്ലിയർ മാൻഡേറ്റ് കൊടുത്താൽ ഞാൻ വിശ്വസിക്കുന്നത് LDF കാണിച്ചു തന്നത് 5 കൊല്ലം തമ്മിലടിക്കാതെ ഈ പറയുന്ന മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ ചെയ്യാനാണ്. മാനിഫെസ്റ്റോ ജനങ്ങളുടെ കൂടിയാണ്, LDF-ന്റെ മാത്രമല്ല. അവരായിട്ട് ചർച്ച ചെയ്തുണ്ടാക്കുന്ന മാനിഫെസ്റ്റോ. LDF-ന്റെ വനിതാ മേയർക്ക് ക്ലിയർ മാൻഡേറ്റ് കൊടുത്താൽ ഇന്ന് കാണുന്നതിന്റെ ഇരട്ടി കാര്യങ്ങൾ ആ മേയർ ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ് എനിക്ക് ജനങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന.